സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവിൽ പുത്തൻ ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, സുവിശേഷത്തിലെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ വിഷമമായതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലെ കർത്താവിൻ്റെ അടയാളങ്ങളെ മുഴുവൻ മത്തായി ചുരുക്കി പറയുകയാണ്. അവൻ്റെ അടുക്കിലേക്ക് മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമകൾ, സർവ്വവിധ രോഗങ്ങളും സർവ്വവിധ വ്യാധികളുമുള്ളവരെ കൊണ്ടുവരപ്പെട്ടു. അവൻ അവരുടെ ഒക്കെ മേൽ കരങ്ങൾ വെച്ചു. അവർക്കൊക്കെ സൗഖ്യം ലഭിച്ചു. ഒരുപക്ഷെ കർത്താവ് സഹിക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന വലിയ സർഗാത്മകമായിട്ടുള്ള അനുകമ്പയാണിത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ എനിക്ക് നമ്മോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരിക്കുമ്പോഴും ഈ ശുശ്രൂഷകൾ ശ്രദ്ധിക്കുമ്പോഴും നിങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവ് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളോടാണ് കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വാക്കുകൾക്കുള്ളിലെ കർത്താവ് സംസാരിക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടാണ്. നിങ്ങളുടെ ദുഃഖങ്ങളിലെ നിരാശപ്പെടാതെ കർത്താവിലേക്ക് പ്രത്യാശയോടുകൂടെ നോക്കൂ മക്കളെ. നിങ്ങളുടെ ദുഃഖങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. അതെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തുന്നവനാണ്. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ശിരസ്സുകളെ നമിക്കാം. ഈ ശുശ്രൂഷകൾ കേൾക്കുന്ന മക്കൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ആകുലതകൾ, ആദികൾ, വ്യാധികൾ എല്ലാം ഏറ്റെടുത്ത് അവർക്ക് സൗഖ്യം നൽകണേ കർത്താവെ. പൗരോഹിതന്റെ കൈവെപ്പിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മക്കളുടെ മേൽ വർഷിക്കപ്പെടുന്ന ഈ അനുഗ്രഹത്തെ നീ ആശീർവാദമാക്കി മാറ്റണേ. നിന്റെ സാന്നിധ്യം അവർക്ക് ബലം നൽകട്ടെ. നിന്റെ പിതാവിന്റെ വാത്സല്യം അവരനുഭവിക്കട്ടെ. നിന്റെ വാഗ്ദാനമായ പരിശുദ്ധ റൂഹായുടെ വരദാനങ്ങൾ കൊണ്ട് നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ. ആമേൻ. ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. പുതിയ പെന്തക്കോസ്ത് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 3-ാം സങ്കീർത്തനം 5-ാം തിരുവാക്യം. ഈ തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഉണർന്നെഴുന്നേൽക്കും. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. സങ്കീർത്തകനായ ദാവീദിന്റെ വലിയ പ്രത്യാശയായിരുന്നു, ഞാൻ എപ്പോഴും എന്റെ കർത്താവിന്റെ കരങ്ങളിലാണ്. ഈ തിരിച്ചറിവുള്ള ഒരു വ്യക്തിയും അസ്വസ്ഥനാവുകയില്ല, ഒന്നിനെ ഓർത്തും ഭയപ്പെടുകയില്ല. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് അല്പസമയം നമ്മളെല്ലാം മറന്ന് കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും ടെലിവിഷന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവ് നൽകുന്ന സംരക്ഷണത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ വെച്ചുകൊടുത്ത് ഒന്ന് ചേർന്ന് പാടി ആരാധിക്കുന്നു. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി,
സ്തുതിഗീതങ്ങൾ. ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് ഈ വലിയ വിശ്വാസത്തോടെ യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. യാത്രകളിൽ ആളും സഹായവും കർത്താവ് നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. കരുതിയിട്ടുണ്ട്. ദൂതന്മാർ മുന്നവേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ? ആ ബോധ്യത്തോടെ ദൂതന്മാർ മിഖായേലും ഗബ്രിയേലും റാഫേലും നമ്മുടെ സഹായത്തിന് ഒപ്പമുണ്ട്. എപ്പോഴും കർത്താവൻ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യം. നമ്മൾ ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അഭിഷേകം പകരണമേ. സർവശക്തന്റെ നിഴലിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ഈ വലിയ ബോധ്യത്തോടെ ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഈ മക്കളെ എല്ലാം മറന്ന് നമ്മൾ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി അതരം തുറന്ന് അഭിഷേകത്തോടെ യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സംരക്ഷണത്തിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിന് മറവിൽ എപ്പോഴും ആയിരിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. അതരം തുറന്ന് ഹൃദയം തുറന്ന് യേശു നാമത്തെ വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ കെട്ടുകള്, രോഗപീഡയുടെ മുഖങ്ങള് യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. പിശാച് കൊണ്ടുവരുന്ന പോരാട്ടങ്ങള്, പൈശാചിക ശക്തികളുടെ ആധിപത്യങ്ങള് യേശുവിന്റെ അധികാര നാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ദൈവജനം പരിപൂർണമായി സംരക്ഷിതരാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ സംരക്ഷണം കടന്നു വരട്ടെ. യേശുവിന്റെ രക്തത്താൽ ഓരോ കുടുംബങ്ങളും മുദ്ര ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ ഓരോ ജീവിതങ്ങളും മുദ്ര ചെയ്യപ്പെടട്ടെ. ഞങ്ങളായിരിക്കും ഞങ്ങളുടെ തലമുറകളിലേക്ക് കർത്താവിന്റെ രക്തം പെരുമഴ പോലെ പെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി അല്പങ്ങളുടെ സ്വരത്തിൽ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്യട്ടെ, പെയ്യട്ടെ, പെയ്യട്ടെ. കുടുംബങ്ങളിൽ പെയ്യട്ടെ, തലമുറകളിലേക്ക് ഒഴുകട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകമായിരങ്ങളെ യേശുക്രിസ്തുവിന്റെ കുരിശിനാൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ വചനത്താൽ, യേശുക്രിസ്തുവിന്റെ മുറിവുകളാൽ മുദ്ര ചെയ്തു പ്രാർത്ഥിക്കുന്നു. പാപരോഗ ശാപബന്ധനത്തിന്റെ അടിമത്തങ്ങളിൽ നിന്ന് പരിപൂർണമായി സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. അഭിഷേകം, അഭിഷേകം, അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ ആനന്ദത്തോടെ ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് കർത്താവ് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ്. 34-ാം സങ്കീർത്തനം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഈ വചനം എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തോടുള്ള ബന്ധത്തിൽ 100 കണക്കിന് സാക്ഷ്യങ്ങൾ
എനിക്കും നിങ്ങൾക്കും പങ്കുവെക്കുവാനുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലും തൊഴിൽ മേഖലകളിലെല്ലാം കർത്താവ് നൽകിയ അത്ഭുതകരമായ സംരക്ഷണത്തിന്റെ അനുഭവങ്ങൾ നമുക്കൊക്കെ അനേകം പങ്കുവെക്കുവാനുണ്ട്. എന്തുമാത്രം അപകടങ്ങളിൽ നിന്നാണ്, ആപത്തുകളിൽ നിന്നാണ്, മാറാ രോഗങ്ങളിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ ജീവിതം കഴിഞ്ഞു, നമ്മൾ തീർന്നുപോയി എന്ന് ചിന്തിച്ച പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ അത്ഭുതകരമായി കർത്താവ് സംരക്ഷിച്ച അനേകം അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്കും പങ്കുവെക്കാനില്ലേ? വളരെ വർഷങ്ങൾക്ക് മുൻപ് ജിം ഏലിയാട്ട് എന്ന് പറയുന്ന ഒരു മിഷണറി, അദ്ദേഹത്തോട് ഇപ്രകാരം കർത്താവ് സംസാരിച്ചു. പസഫിക് സമുദ്രത്തിന്റെ തെക്കേ ദ്വീപിൽ അവിടെ ഇക്വഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് നീ എന്റെ സുവിശേഷം അറിയിക്കുക. ഔക്ക ജാതികൾ, ഔക്ക ഗോത്രക്കാരുടെ ഇടയിൽ നീ എന്റെ സുവിശേഷം പ്രഘോഷിക്കുക. കർത്താവിന്റെ സ്വരം വളരെ വ്യക്തമായി ഈ മിഷണറി കേട്ടു. അദ്ദേഹം ആ സ്വരത്തോട് യെസ് പറഞ്ഞ് കർത്താവ് നിർദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനായി കടന്നു ചെല്ലുകയാണ്. ജിം ഏലിയാട്ട് എന്ന് പറയുന്ന ഈ മിഷണറി അഭിഷേക നിറവോടെ ആ ഗോത്രക്കാരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു. പലരും അത്ഭുതകരമായി അവരുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിച്ചു. ഒരുപാട് മാറ്റങ്ങൾ ആ ഗോത്രക്കാരുടെ ഇടയിൽ സംഭവിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഗോത്ര തലവന് കാര്യം മനസ്സിലായി. ഇങ്ങനെ പോയാൽ ഈ ഗോത്രം മുഴുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കും, പിന്നെ എന്റെ ഉദ്ദേശങ്ങളൊന്നും എന്റെ ആഗ്രഹങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഗോത്ര തലവൻ അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമായി ആലോചന നടത്തിയിട്ട് പറഞ്ഞു, ആ മിഷണറി നമുക്ക് എങ്ങനെയെങ്കിലും വധിക്കാം. ഇവർ കൂട്ടമായി ഗൂഢാലോചന നടത്തി. ഒരു ദിവസം സന്ധ്യാസമയത്ത് ജിം ഏലിയാട്ട് എന്ന് പറയുന്ന ഈ മിഷണറിയുടെ ആ കൊച്ചു ഭവനത്തിന് മുൻപിലോട്ട് ഇവരെല്ലാം വരികയാണ്. അവരുടെ കയ്യിൽ വിഷം പുരട്ടിയ അമ്പുകളുണ്ട്, മാരകമായ ആയുധങ്ങളുണ്ട്, തീപന്തങ്ങളുണ്ട്. ഈ ഗോത്ര തലവൻ അലറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, നിന്നെയും നിന്റെ കൊച്ചു ഭവനത്തെയും ചുട്ടരിച്ച് കൊല്ലുവാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ആർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല. ഈ സമയത്ത് ജിം ഏലിയാട്ട് എന്ന് പറയുന്ന ഈ മിഷണറി വളരെ ആനന്ദമുള്ളവനായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ ഗോത്ര തലവനോടും അദ്ദേഹത്തിന്റെ കൂട്ടാളികളോടും പറഞ്ഞു, നിങ്ങൾ എന്നെ വധിച്ചോ, പക്ഷെ അവസാനമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഗോത്ര തലവനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും പരിഹസിച്ച് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ച് എന്തായാലും നീ മരിക്കാൻ പോവല്ലേ, പ്രാർത്ഥിച്ചങ്ങ് മരിച്ചോളാൻ പറഞ്ഞ് പരിഹാസ ഭാവത്തോടെ ഈ മിഷണറിയെ പുച്ഛിക്കുകയാണ്. ജിം ഏലിയാട്ട് തന്റെ കൊച്ചു കുടിലിലേക്ക് കടന്നു ചെന്ന് താൻ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്ത് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു. അദ്ദേഹം ഏറ്റുപറഞ്ഞ വചനഭാഗം സങ്കീർത്തനം 34:7 നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനം. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഇത് നിന്റെ മക്കൾക്ക് വേണ്ടി നീ നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. നമുക്കറിയാം തിരുവചനങ്ങളിൽ ഒരുപാട് കർത്താവ് നൽകുന്ന വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങളെല്ലാം ദൈവമക്കൾക്കുള്ള അവകാശങ്ങളാണ്. അദ്ദേഹം വളരെ ആത്മനിറവോടെ പറഞ്ഞു, കർത്താവേ, ഈ വചനത്തിന്റെ ഉടമ്പടി പ്രകാരം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ദൂതന്മാർ ദൈവഭക്തന്മാർ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നുവെന്ന് നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. ഈ വചനം ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. സമയങ്ങൾ കടന്നുപോയത് ഈ മിഷണറി അറിഞ്ഞില്ല. 1-2 മണിക്കൂറുകൾ കഴിഞ്ഞു. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. തന്റെ കൊച്ചു കുടിലിന്റെ പുറത്തു വന്ന് അദ്ദേഹം ആകമാനം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ വിഷം പുരട്ടിയ അമ്പുകളും മാരകമായ ആയുധങ്ങളും തീപന്തങ്ങളെല്ലാം ഇട്ടേച്ച് ഈ ഗോത്ര തലവനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളൊക്കെ പോയി കളഞ്ഞു. എന്താ സംഭവിച്ചെന്ന് ഈ മിഷണറിക്ക് മനസ്സിലായില്ല. എന്നാൽ പിറ്റേ ദിവസം അതിരാവിലെ ഈ ഗോത്ര തലവനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഈ മിഷണറിയെ മുൻപിലോട്ട് ഓടി വരികയാണ്. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഗോത്ര തലവൻ പറഞ്ഞു, സഹോദര, നീ എന്താണ് ഞങ്ങളോട് ഇപ്രകാരം പ്രവർത്തിച്ചത്?
ഒരു വാക്ക് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ യുദ്ധമത്തിന് വരില്ലായിരുന്നു. ഈ സമയത്ത് ഈ മിഷണറിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തേ പറയണേ, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഉടനെ ഗോത്രത്തലവൻ പറഞ്ഞു, താങ്കളെയും താങ്കളുടെ കൊച്ചു കുടിലിനെയും ചുട്ടരിച്ച് കൊല്ലുവാൻ വേണ്ടി നിങ്ങളുടെ ഭവനത്തിനെ തീ കൊളുത്തുവാൻ ഞങ്ങൾ ഒരുങ്ങിയ സമയത്ത് ഞങ്ങളെക്കാളും അതിശക്തരായ മനുഷ്യർ നിങ്ങളുടെ ഭവനം വളഞ്ഞിരിക്കുന്നതായി ഞങ്ങൾ കണ്ടു. അവരെ കണ്ട് ഞങ്ങൾ പേടിച്ച് ഓടിപ്പോയി. ഞങ്ങളെക്കാളും അതിശക്തരായ മനുഷ്യർ നിങ്ങളുടെ ഭവനം വളഞ്ഞിരിക്കുന്ന ഞങ്ങൾ കണ്ടു. പ്രിയ സഹോദര സഹോദരി, ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ മനുഷ്യർ? അവർ മറ്റാരുമല്ല, അവർ കർത്താവിന്റെ ദൂതന്മാരാണ്. ഹല്ലേലൂയ. ഈ വചനം ലിറ്ററലി ആ മിഷണറിയുടെ ജീവിതത്തിൽ നിറവേറപ്പെടുകയാ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാത്രം മോശമായിക്കൊള്ളട്ടെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങള് എന്തുമാത്രം വലുതായിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും മോശപ്പെട്ട സാഹചര്യങ്ങളിലും നമ്മളെ കരുതുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ മാത്രം നമ്മുടെ കർത്താവ് മതിയായവനാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ സ്വരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. 3-ാം സങ്കീർത്തനം അവിടെ 6-ാം വചനത്തിലോട്ട് വരുമ്പോൾ തന്റെ മകനായ അബ്സലോമിനെ ഭയപ്പെട്ട് ദാവീദ് അവൻ വളരെ വേദനയോടുകൂടി ഓടിപ്പോവുകയാണ്. ഈ ഓടിപ്പോകുന്ന സമയത്ത് പരിശുദ്ധാത്മ നിറവിൽ ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. അവിടെ ദാവീദ് പറയുന്നുണ്ട്, 6-ാം തിരുവചനം അതിപ്രകാരമാണ്: എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. എന്താ കാര്യം? കാരണം കർത്താവ് എനിക്ക് കൂട്ടിനുണ്ട്. എന്റെ സംരക്ഷണത്തിനായി എന്റെ കർത്താവ് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ അനുഭവമല്ലേ? കർത്താവ് നമ്മളെ സംരക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാം പലരും തീർന്നു പോകേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഓടിച്ച എന്റെ ഡ്രൈവിംഗ് മികവ് കൊണ്ടല്ല, എന്റെ പേഴ്സണാലിറ്റി കൊണ്ടല്ല, എന്റെ കഴിവുകൾ കൊണ്ടല്ല, കർത്താവിനെ സംരക്ഷിച്ചതുകൊണ്ടാ ബൈക്ക് തകർന്നപ്പോഴും എനിക്കൊരു ശതം പോലും സംഭവിക്കാഞ്ഞത്. മാറാ രോഗങ്ങൾ മൂലം പലപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി രക്ഷയില്ല, ഈ രോഗം സുഖപ്പെടുകയില്ല എന്ന് ഡോക്ടർമാര് വരെ സാക്ഷ്യപ്പെടുത്തിയ പല രോഗങ്ങളും അത്ഭുതകരമായ കർത്താവ് സൗഖ്യമാക്കി. സക്രിയ 2:5 വാ. അവിടെ എന്താ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മ സംസാരിക്കുന്നത്? ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യേ അതിന്റെ മഹത്വമായിരിക്കും. കർത്താവ് അഗ്നി കൊണ്ടുള്ള കോട്ടയായി നമുക്ക് ചുറ്റും നിലയുറപ്പിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിന് ചുറ്റും നിലയുറപ്പിക്കുമ്പോൾ, ആ അഗ്നിക്കോട്ടയെ ഭേദിക്കുവാൻ ആർക്കാ കഴിയുക? ഒരു പിശാചിന് അത് സാധ്യമല്ല. ഈ ലോകത്തിൽ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ഈ ലോകത്തിലെ ഒരു അന്ധകാര വ്യാപാരങ്ങൾക്ക് അത് സാധ്യമല്ല. എന്തുമാത്രം എനിക്ക് നിങ്ങൾക്കും പ്രത്യാശ നൽകുന്ന ഒരു വാക്തത്വമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഒന്നിനെയോർത്തും അസ്വസ്ഥപ്പെടരുത്, ആകുലപ്പെടരുത്. കർത്താവിന്റെ സംരക്ഷണത്തിൽ പരിപൂർണമായി നമുക്ക് വിശ്വസിക്കാനായി കഴിയണം. 31-ാം സങ്കീർത്തനം 20-ാമത്തെ തിരുവചനത്തിൽ വചനപ്രകാരം വെളിപ്പെടുത്തുകയാണ്: അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് വലിയൊരു സംരക്ഷണമാണ്. ഈ ഒരു തിരിച്ചറിവിൽ വേണം ഈ കാലഘട്ടത്തിലെ സഭാമക്കൾ മുന്നോട്ടു പോകേണ്ടത്. ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത് യഥാർത്ഥത്തിൽ ജ്വലിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ ഓർത്ത്, ജീവിതത്തിൽ സംഭവിക്കുന്ന മാറാ രോഗങ്ങളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത് നമ്മൾ ആരും ആകുലപ്പെടുകയില്ല, നമ്മൾ ആരും പരാതി പറയുകയില്ല, നമ്മുടെ ജീവിതം പരിഭവത്തിന് ജീവിതമായി മാറുകയില്ല. കാരണം നമുക്കറിയാം, ഏത് സാഹചര്യങ്ങളിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, സംരക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് വലിയവനാണ്. 91-ാം സങ്കീർത്തനം ഇതാ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ 6-7 വചനങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ ഭയപ്പെടേണ്ട, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 മരിച്ചു വീണേക്കാം. എങ്കിലും പ്രിയ ദൈവ പൈതലേ, നിനക്കൊരിക്കലും ഒരു അനർത്ഥം സംഭവിക്കുകയില്ല എന്ന് ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച വലിയവനായ ദൈവം നമ്മുടെ ജീവിതങ്ങളെ നോക്കി വാഗ്ദാനം ചെയ്യുകയാണ്. ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് നമുക്ക് കിട്ടാനുണ്ടോ? ഈ ഉറപ്പുള്ളത് കൊണ്ടാ സങ്കീർത്തകനായ ദാവീദ് 23-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ ഇപ്രകാരം ഏറ്റുപറഞ്ഞത്: മരണത്തിന് നിലവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും
എന്റെ കർത്താവിന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പുതിയ പെന്തക്കോസ്ത് എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങള് നിങ്ങളിൽ പലരും ദുഃഖത്തിന്റെ താഴ്വരയിലൂടെ നടക്കുന്നവരാണ്, മാറാരോഗങ്ങളുടെ താഴ്വരയിലൂടെ നടക്കുന്നവരാണ്, നിരാശയുടെ താഴ്വരകളിലൂടെ നടക്കുന്നവരാണ്. ഇതിന്റെ ഗതിയാണല്ലോ, ഞാൻ ഇനി എന്തിനു ജീവിക്കണമെന്നുള്ള മനോഭാരത്തിന്റെ താഴ്വരയിൽ നടക്കുന്നവരാണ്. പരിഹാസത്തിന്റെയും അവഗണനയുടെയും ഒറ്റപ്പെടുത്തലുടെയും താഴ്വരയിൽ നടക്കുന്ന അനേകരെ ഈ ശുശ്രൂഷയിൽ കർത്താവ് കാണുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഇത് നിങ്ങൾക്ക് കർത്താവ് നൽകുന്ന സദ്വാർത്തയാണ്. നീ എന്തുമാത്രം മോശപ്പെട്ട തകർന്നൊരു താഴ്വരയിലാണ് നീ ജീവിക്കുന്നതെങ്കിലും നീ നടക്കുന്നതെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുക. ഏത് സമയത്തും ദൈവമക്കളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ഈ വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നൽകിയ എല്ലാ സംരക്ഷണത്തെ ഓർത്തും നമുക്ക് നന്ദി പറയാം. അനേകരോട് കർത്താവ് നൽകുന്ന സംരക്ഷണത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അങ്ങനെ ദൈവരാജ്യത്തെ വളർത്താം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.